ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ കമ്പനിയുമായുള്ള കരാർ രൂക്ഷമായി വിമർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മദ്യനിർമ്മാണശാലയിലെ ഏവരുടെയും ആശങ്ക പരിഹരിക്കും, എന്നിട്ട് മാത്രം നടപടിയെന്ന് എം വി ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കുമെന്ന് എം വി ജയരാജൻ. സമ്മേളനത്തിലെ പ്രധാന ചർച്ച ഇതായിരിക്കും. ഭാവഗായകൻ ജയചന്ദ്രനെ അനുസ്മരിച്ച് പ്രസ് ക്ലബ് കുടുംബസംഗമം. മന്ത്രിയുടെ ഗാനാലാപനത്തോടെ തുടക്കം. പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശനത്തിനെത്തി. ML വിജയന്റെ കുടുംബാംഗങ്ങളെയും കണ്ടു. പിണറായി പഞ്ചായത്ത് ഓഫീസിൽ കയറി. CPM പ്രാദേശിക നേതാക്കൾക്ക് ജീവനക്കാരുടെ ഭീഷണി. ദൃശ്യങ്ങൾ പുറത്ത്. വിവാദ പ്രസംഗവുമായി കോൺഗ്രസ് MLA. കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവയ്ക്കണമെന്ന് സണ്ണി ജോസഫ്. മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നും ഇടതുപക്ഷത്തിനൊപ്പമെന്നും AK ശശീന്ദ്രൻ. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണവും നടത്താം. ഇരുവശവും പരിശോധിക്കണമെന്ന് MV ജയരാജൻ. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം. ഹരിത അങ്കണവാടി പ്രഖ്യാപനവും സാക്ഷ്യപത്ര വിതരണവും നടന്നു. കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജയരാജൻ. അഴിമതി ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിലെന്നും MV ജയരാജൻ. നോക്കാം വിശദമായ വാർത്തകൾ. ഒയാസിസ് കമ്പനിയുമായി മന്ത്രി MB രാജേഷ് ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂർ DCC ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6ഓളം കമ്പനികൾക്ക് ആരുമറിയാതെ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ട്. എലപ്പുള്ളിയിൽ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അവിടുത്തെ MPയും MLAയും അറിഞ്ഞിട്ടില്ല. ഭൂമി വിണ്ടുകീറി കുടിവെള്ളം കിട്ടാത്ത പ്രദേശത്താണ് ബ്രൂവറി തുടങ്ങുന്നത് എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മദ്യമാണോ വേണ്ടത്, കുടിവെള്ളമാണോ വേണ്ടതെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നുവരുന്നത്. ഈ പദ്ധതികൾ ജനങ്ങളുടെ താൽപര്യത്തിന് എതിരാണ്. ഇതിനെതിരെ CPI ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്. പ്ലാച്ചിമടയിൽ കോളയ്ക്കെതിരെ സമരം നടത്തിയത് CPI ആണ്. അവർ കുടിവെള്ള ചൂഷണത്തിനെതിരെ രംഗത്തു വരുമെന്നാണ് കരുതുന്നത്. അഴിമതിയുണ്ട്. മുൻ DYFI നേതാവായ മന്ത്രി MB രാജേഷ് ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിക്ക് എന്തോ പ്രത്യേക താൽപര്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. 2018 ഒഴിവാക്കിയ ഒയാസിസ് കമ്പനിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് ടെൻഡർ വിളിക്കാതെയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറി 1 ലക്ഷം ലിറ്റർ വെള്ളം അനുവദിക്കാത്തവരാണ് 5 ലക്ഷം ലിറ്റർ വെള്ളമെടുക്കാൻ സ്വകാര്യ ഡിസ്റ്റിലറിക്ക് അനുമതി നൽകിയത്. മഴനിഴൽ പ്രദേശമായ ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. മലമ്പുഴ ഡാമിൽ നിന്നും ഡിസ്റ്റിലറിക്ക് ആവശ്യമായ വെള്ളം എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് നടക്കാനും പോകുന്നില്ല. കാർഷിക ഇതര ആവശ്യങ്ങൾക്കായി ഡാമിൽ നിന്നും വെള്ളമെടുക്കരുതെന്ന് കോടതി വിധിയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വന്നു. 2022 റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിന്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്. മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്. ഫലത്തിലുള്ള സ്ഥിതി എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇനി കിട്ടാൻ പോകുന്നില്ല. അതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടെ, സർക്കാരിന്റെ ഒരു ഡിസ്റ്റിലറി അവിടെയുണ്ട്. പഴയ ചിറ്റൂർ ഷുഗർസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലബാർ ഡിസ്റ്റിലറീസ്. അവര് അവിടെ പ്രൊഡക്ഷൻ ഇല്ല, കാരണം വെള്ളമില്ലാത്തതുകൊണ്ട്. പ്രൊഡക്ഷൻ ആരംഭിക്കാൻ വേണ്ടി 1 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് അതിന് വാട്ടർ അതോറിറ്റിക്ക് പണം അടച്ച് കാത്തിരിക്കുകയാണ്. സ്വന്തം വകുപ്പിലുള്ള ഒരു ഡിസ്റ്റിലറി, പൊതുമേഖലാ സ്ഥാപനമായ ഡിസ്റ്റിലറിക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാത്ത എക്സൈസ് മന്ത്രിയാണ് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ സമരം നടത്തിയ VS അച്യുതാനന്ദനെ ഈ സമയം ഓർത്തുപോവുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായി ഇത്തരം കമ്പനികളുടെ കൂടെയായിരുന്നു. അദ്ദേഹം സമരങ്ങളിൽ ഉണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല ഏവരുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. CPI അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തും. സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. CPIക്കും JDSനും കാര്യം മനസ്സിലാകാത്തത് എന്തെന്ന് അവരോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
ബോറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. ബോറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാണ്. എവിടെയൊക്കെയാണോ അതിന് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ബ്രൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ്. അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം. ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ള സംഭരണി കാണണം. അപ്പോൾ ചിലരുടെ വാദം അവിടെ അത്ര മഴയില്ല, നമുക്ക് ചെറിയ മഴ മതി, നമുക്ക് സംഭരിക്കാനുള്ള എല്ലാ അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴവെള്ളം. അതിനേക്കാളൊക്കെ ഇവിടെ ഒരു 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഭാഗത്തെയും പ്രശ്നമില്ല. കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി, എല്ലാ പരിശോധനയും നടത്തി, എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കുകയും. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല. മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഭാവഗായകൻ ജയചന്ദ്രന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ട് മന്ത്രി ഭാവഗായകനായപ്പോൾ കണ്ണൂർ പ്രസ് ക്ലബ് നടത്തിയ കുടുംബസംഗമം വേറിട്ട അനുഭവമായി. പയ്യാമ്പലം പാപ്പാച്ചേരി റിസോർട്ടിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ കുടുംബസംഗമം നടത്തിയത്. മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി മുഖ്യ അതിഥിയായി എത്തിയതായിരുന്നു. KV സുമേഷ് MLA, കളക്ടർ അരുൺ K. വിജയനും കുടുംബവും, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രത്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ റംഷി പട്ടുവത്തിന്റെ നാടൻ പാട്ടും ചടങ്ങിന് കൊഴുപ്പേകി. കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാകായിക മത്സരങ്ങൾ, വിവിധ മാധ്യമ പുരസ്കാരം നേടിയവർക്കുള്ള ഉപഹാര വിതരണം തുടങ്ങിയവ നടന്നു. പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, പ്രസിഡന്റ് C. സുനിൽകുമാർ, ട്രഷറർ K. സതീശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത്, K. സന്തോഷ്, സബീന പത്മൻ, അനു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ വരുന്ന 3 മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂർ DC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളും സീറ്റും പാർട്ടിക്കും മുന്നണിക്കും ലഭിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വേറൊരു രീതിയിലാണ് വോട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പാർട്ടി പരാജയപ്പെടാൻ ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളുണ്ടായി. ഇതേ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാവി പരിപാടികൾ എന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന പരിശോധനയാണ് തളിപ്പറമ്പിലെ ജില്ലാ സമ്മേളനത്തിൽ നടക്കുകയെന്ന് MV ജയരാജൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും 50%-ലേറെ വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളുണ്ടായി എന്നാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ
നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭാവി കടമകളിൽ നിർദ്ദേശിക്കപ്പെട്ട പല കാര്യങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഞാൻ നേരത്തെ വിവരിച്ച വിവിധങ്ങളായ പരിപാടികൾ. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുക എന്നത് പ്രധാനമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. അതാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിഷയമാക്കുക. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധമായ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. ഇതിനെ ഘടകവിരുദ്ധമായാണ് തൻ്റേതുൾപ്പെടെയുള്ള തോൽവിയിൽ ജയരാജന്റെ സ്വയം വിമർശനം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. പ്രിയങ്ക ഗാന്ധി MP വയനാട് സന്ദർശനത്തിനായി എത്തി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗം മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അന്തരിച്ച DCC ട്രഷറർ MN വിജയന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ കാണാനും എത്തി. കൽപ്പറ്റയിൽ കളക്ടറേറ്റിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പ്രിയങ്ക പങ്കെടുത്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് തിരികെ ഡൽഹിക്ക് പോകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പിണറായി പഞ്ചായത്ത് ഓഫീസിൽ കയറി CPM പ്രാദേശിക നേതാക്കൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന മൊബൈൽ ദൃശ്യം പുറത്ത്. പാതയോരങ്ങളിലെ ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിനാണ് പിണറായി പഞ്ചായത്തിലെ ജീവനക്കാരെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, പ്രവർത്തകനായ നിഖിൽ കുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. എന്താ ചെയ്യുന്നത്? അത് ആര് ചെയ്യുമ്പോ ഉദ്യോഗസ്ഥന്മാര് ആര് ചെയ്യുമ്പോൾ പലവട്ട ആളുകൾ എന്താ ചെയ്യുന്നത്? പാതയോരങ്ങളിലെ ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിന് മുഖ്യമന്ത്രിയുടെ ജന്മനാടായ പിണറായി പഞ്ചായത്തിലെ ജീവനക്കാരെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. സംഭവത്തിന്റെ മൊബൈൽ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 വെള്ളിയാഴ്ച വൈകുന്നേരം 4ഓടെയാണ് സംഭവം. CPM പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, പ്രവർത്തകരായ നിഖിൽ കുമാർ എന്നിവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും വനിതാ ജീവനക്കാർക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ജീവനക്കാരുടെ കൈയും കാലും കൊത്തുമെന്ന് ലോക്കൽ സെക്രട്ടറി ഭീഷണി മുഴക്കിയതായും പരാതിയിലുണ്ട്. പഞ്ചായത്ത് ഓഫീസിനകത്ത് നിന്ന് ജീവനക്കാരിൽ നിന്ന് ആരോ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും പിണറായി പോലീസിൽ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ വിവാദ പ്രസംഗവുമായി കോൺഗ്രസ് MLA. പരസ്യമായി വന്യമൃഗങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ പ്രസംഗമാണ് MLA UDF പൊതുയോഗത്തിൽ നടത്തിയത്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നാണ് പേരാവൂർ MLA സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത്. UDF അധികാരത്തിൽ വന്നാൽ കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. പന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണമെന്നാണ് നിലവിലെ നിയമം.
പകരം വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കുകയാണ് വേണ്ടതെന്ന് MLA പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര സമരയാത്രയുടെ പൊതുയോഗത്തിന് കൊട്ടിയൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചായിരുന്നു സണ്ണി ജോസഫിന്റെ വിവാദ പ്രസംഗം. UDF അധികാരത്തിൽ വന്നാൽ കാട്ടുപന്നിയെ വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. കാട്ടുപന്നിയെ വെടിവെക്കാൻ കൊട്ടിയൂർ പഞ്ചായത്തിൽ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക് ഉള്ളത്. കാട്ടുപന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണം എന്നാണ്. എന്റെ അഭിപ്രായത്തിൽ വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കണം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കളുടെയും AICC സെക്രട്ടറിമാരുടെയും സാന്നിധ്യത്തിൽ പറയുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസംഗം. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ളത് നോക്കണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് നോക്ക്. പിന്നെ എവിടെ നിന്ന് പന്നിയെ വെടിവെക്കും? എൻ്റെ അഭിപ്രായത്തിൽ CP ജോൺ പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എൻ്റെ അഭിപ്രായത്തിൽ അബു മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AIC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണം. നേരത്തെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള തമിഴ്നാട് മോഡൽ കേരളത്തിലും നടപ്പിലാക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ PT മാത്യു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. NCP മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് AK ശശീന്ദ്രൻ. പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. യോഗങ്ങളിൽ അഭിപ്രായം വന്നോ എന്ന കാര്യം അറിയില്ല. യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമെന്നും AK ശശീന്ദ്രൻ. NCP എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരുമെന്നും അണികൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് എന്നും ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ലെ, കേരളത്തിലെ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് ഉറപ്പാക്കുക പ്രഖ്യാപിക്കുക മാത്രമല്ല, 80 മുതൽ ഞങ്ങളോട് തുടങ്ങിയതാണല്ലോ. ഇന്നേ വരെ ഒരു മാറ്റവും ഇല്ലാതെ LDFിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷി ഞങ്ങളെ കക്ഷിയാണ്, CPI ആണ്. ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ലാതെ LDF തുടങ്ങുന്ന കക്ഷി ഞങ്ങളതാണ്. അതുകൊണ്ട് അതെല്ലാം അഭ്യൂഹങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് എനിക്കല്ല, യോഗത്തിൽ പങ്കെടുത്തവർക്കേ അതറിയുള്ളൂ. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കേണ്ട ആളില്ലാത്തതുകൊണ്ട് ആ യോഗത്തിൽ ഞാനല്ല പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല എന്ന് മാത്രമേ. അല്ലാതെ പ്രതിഷേധ സൂചകമായി പങ്കെടുക്കാതിരുന്നു എന്നല്ല. മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം കുടുംബത്തിന് ഏത് അന്വേഷണവും ആവശ്യപ്പെടാമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തിന്റെ പരാതിയിലും അന്വേഷണം വേണം. ആരോപണത്തിൽ എല്ലാം കൃത്യമായി അന്വേഷിക്കണമെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമങ്ങളോട് കണ്ണൂരിൽ പറഞ്ഞു. ആവശ്യപ്പെടാനും അവകാശമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവിന്റെ മരണമില്ല. അപ്പോൾ വിധവിയായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ദുഃഖമുണ്ട്. അതിന് ഏത് അന്വേഷണം നടത്താനും അവർക്ക് ആവശ്യപ്പെടാം. തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയണം. എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല എന്നാണ്. അതൊരു ഭാഗമുണ്ട്. മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളും അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാതാണ്. അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത സ്കൂൾ, ഹരിത അംഗൻവാടി പ്രഖ്യാപനവും സാക്ഷ്യപത്ര വിതരണവും പഞ്ചായത്ത് ഹാളിൽ നടന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സാക്ഷ്യപത്ര വിതരണവും ഹരിത പഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭയിൽ ഏറ്റവും നല്ല ശുചിത്വ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂളുകൾക്കുള്ള അനുമോദനവും ഉദ്ഘാടകൻ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ തുടർച്ചയായി നടത്തുന്ന ആളുകളെ നമുക്ക് അനുമോദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരൊപ്പം ചേരാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ അത് നിരന്തരമായിട്ടുള്ള പ്രക്രിയയിൽ തുടർന്ന സമയത്ത് മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്നുള്ള നിലക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു പ്രദേശത്ത് പോയാലും നമ്മൾ വലിച്ചെറിയാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഇതിനകത്ത് എല്ലാ മേഖലകളിലും നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം.
അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ആ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല നിലയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് സി പ്രസീത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM ബിന്ദു സ്വാഗതം പറഞ്ഞു. ടി രമേശൻ ശുചിത്വ സന്ദേശ പ്രഖ്യാപനം നടത്തി. ഡി ജിഷ, KC പ്രകാശൻ, G സന്തോഷ് കുമാർ, M അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ, അധ്യാപകർ, ആശാ വർക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ അഴിമതിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചേലോറ മാലിന്യ പ്ലാന്റിലെ ഖരമാലിന്യ നീക്കത്തിലാണ് അഴിമതി. 1.77 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യാതെ ഒരു നിശ്ചിത അളവിൽ മാത്രം ഖരമാലിന്യങ്ങൾ മാറ്റുകയായിരുന്നുവെന്നും ജയരാജൻ ആരോപിച്ചു. ബാക്കി ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. നിങ്ങൾ ഇത്രമാത്രം മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മതിയെന്ന് മുൻ മേയർ കരാറുകാരോട് മാലിന്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ബാക്കിയുള്ളവ മണ്ണിട്ട് മൂടിയാണ് അഴിമതി നടത്തിയത്. ഇതിനായി കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കൂടുതൽ തുക നൽകിയതായും CAG റിപ്പോർട്ടിലുണ്ട്. 86 ലക്ഷം നൽകേണ്ടതിന് പകരം 2.63 കോടി രൂപയാണ് നൽകിയത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും LDF പരാതി നൽകുമെന്നും MV ജയരാജൻ പറഞ്ഞു. നഗരസഭ അധികൃതരുമായി നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിൽ ഒരു സ്ക്രീനർ വിത്ത് കൺവേയർ ബെൽറ്റ് മാത്രമാണ് കരാറുകാരന് കൈമാറിയതായി സൈറ്റിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ക്വാണ്ടിറ്റി കരമാലിന്യങ്ങൾ മുഴുവൻ ഇവരവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പൽ കരാർ നിൽക്കുമ്പോൾ ഇവർ സംയുക്തമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇത്രയേ നിങ്ങൾ നീക്കണം. അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടാ, വലിയ പൈസയൊന്നും ചിലവാകില്ല. കരാറിൽ പറയുന്നത് എന്താ? വിവിധ തരം മാലിന്യം പൂർണ്ണമായി സൈറ്റിൽ നിന്ന് കൊണ്ടുപോയി ക്ലിയേർഡ് സൈറ്റ് ലെവൽ ചെയ്ത് നഗരസഭയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. കൗൺസിൽ യോഗത്തിലെ 18ാമത്തെ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ അജണ്ട മാറ്റരുത് എന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അത് ഈ നാടിനറിയണം. അതുകൊണ്ട് ജനങ്ങളുടെ പണമാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ കരമാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള കരാറിലൂടെ തട്ടിയെടുക്കുന്നത്. മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ ഒരു കാർ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷന്റെ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിക്ക് LDF പൂർണ്ണ പിന്തുണ നൽകിയതാണ്. എന്നാൽ അതും അഴിമതിക്കുള്ള വേദിയാക്കി മുൻ മേയർ മാറ്റി. ഇപ്പോഴത്തെ മേയർ അഴിമതി നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ എല്ലാത്തിനും സാക്ഷിയായി നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും കണ്ണൂർ DC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ജയരാജൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.